ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ കാണിക്കുന്നത് മുട്ട ചമ്മന്തി ആട്ടോ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 മുട്ട എടുത്തിന്. അത് കുറച്ച് പച്ചവെള്ളം പറഞ്ഞ് നല്ല പോലെ വേവിച്ചാൻ വേണ്ടി വെച്ചിന് കേട്ടോ. എനിക്ക് രസം ഉപ്പ് ഇട്ട് വെച്ച് കൊടുത്തത്. അങ്ങനെ കറണ്ട് അടുപ്പമേ തീ വെച്ചു നമ്മൾ കേട്ടോ. അത് റെഡിയായി വരുമ്പോഴത്തേന് നമ്മൾ അതിലേക്കുള്ള ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിന്. അതിലേക്ക് വലിയുള്ളി ഒന്ന്, പിന്നെ കുറച്ച് ചീരാപ്പറങ്കി, കുറച്ച് മല്ലിയില ഇട്ടിന് കേട്ടോ. 2 മല്ലിയില ഇട്ടിന്. നല്ല പോലെ ചതച്ചെടുത്തിട്ടോ. അപ്പോഴത്തേന് നമ്മൾ മുട്ടയൊക്കെ ആയിനി. അപ്പോൾ അതൊക്കെ ഒന്ന് തോലൊളിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മൾ ഒക്കെ തോലൊളിച്ചെടുത്ത് എന്നിട്ട് കീറെടുത്താണ്ട് നടുക്ക് മുറിച്ചാണ്ട് അതിൻ്റെ മഞ്ഞക്കുരു ഒഴിവാക്കിയല്ലാതെ ആവശ്യമുണ്ട് ആ ചമ്മന്തിക്ക് കൂട്ടാണ്ട്. അങ്ങനെ അതൊക്കെ വേറൊരു പ്ലേറ്റിലോട്ട് ആക്കി വെച്ചു. അങ്ങനെ എല്ലാത്തിൻ്റെ മഞ്ഞക്കുരു ഒരു പ്ലേറ്റിലോട്ട് ആക്കി വെച്ചിന്. ഇനി ആ ചമ്മന്തി അതിലേക്ക് ഇട്ടാണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. കണ്ടോ, മുട്ടൻ്റെ വെള്ള വാറിയും മഞ്ഞക്കുരു വാറിയും ഇങ്ങനെ മഞ്ഞയ്ക്ക് ഇട്ടാണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടോ. ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളൊരു മുട്ട മാറ്റി വെച്ചിട്ടോ ആദ്യം തന്നെ പൊയിങ്ങാതെ. അങ്ങനെ അത് നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തിച്ചു. നല്ല പോലെ ഒന്ന് ഇളക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ മുട്ട എടുക്കുക, ഇതേമാതിരി ചമ്മന്തി ആക്കി വെച്ച് കൊടുക്കട്ടോ. അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചെടുത്തു. നല്ല പോലെ ചൂടായി വന്നിട്ട് ഇങ്ങനെ മുട്ടയും മുക്കുക, ചട്ടിയൊക്കെ ഇട്ട് കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് വേവിച്ച് ഒരു 3 വട്ടം തിരിച്ചും മറിച്ചിട്ടാണ് സിമ്മിലാക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിന് തോന വേവൊന്നുമില്ല, ഒന്നൊന്ന് മൊരിഞ്ഞ് കിട്ടണം. വിചാരിച്ചാണ്ട് ഫുള്ളിലാവരുതേ. അങ്ങനെ ഇവിടത്തും കൂട്ടി നമ്മൾ ചായ അടിച്ചട്ടെ. മുട്ടയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി. നല്ല രസമാണ് ഇത് ഉണ്ടാക്കിയ കഴിക്കാൻ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആരും മറക്കല്ലിട്ടോ. ഇത് മുട്ട പിന്നെ നമ്മളെ വീട്ടിലത്തെ കോഴിക്കൾ തന്നെയാണ്, പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യം വന്നില്ല. അപ്പം ഇതേമാതിരിയൊക്കെ കോഴിക്കളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. മുട്ട വെച്ചാണ്ട് പല ഐറ്റംസും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കോഴിക്കളെയും വളർത്താൻ നോക്കി. ഒരു 5 എണ്ണം കോഴിക്കളെങ്കിലും വളർത്തി നോക്കി. നമ്മളെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കുള്ള മുട്ട അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെ അല്ലേ? ഇനി നമ്മളിതൊക്കെ കൂട്ടി ചായ അടിച്ചട്ടെ.